Hello friends, welcome to my channel. എട്ടാം ക്ലാസ്സിന്റെ ഇംഗ്ലീഷിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു ചാപ്റ്ററിലേക്കാണ് കടക്കാൻ പോകുന്നത്. താജ്മഹലിന് ശേഷം മറ്റൊരു ചാപ്റ്റർ. യെസ്, വി ആർ ദ വേൾഡ്. ഈ ചിത്രത്തിൽ കാണുന്നത് ആരാണ് എന്ന് എല്ലാവർക്കും അറിയായിരിക്കും അല്ലെ? എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള പോപ്പ് സിംഗറും ഡാൻസറും ഒക്കെയാണ് മൈക്കിൾ ജാക്സൺ. എല്ലാവർക്കും പരിചയം ഉണ്ടാവും അല്ലെ? അദ്ദേഹത്തിന്റെ ഒരു സോങ് നോക്കൂ. There is a place in your heart and I know that it is love. നമ്മളുടെ എല്ലാവരുടെയും മനസ്സിൽ സ്നേഹമുള്ള ഒരു സ്ഥലമുണ്ട്. And this place could be much brighter than tomorrow. And if you really try, you will find there is no need to cry. അപ്പൊ ഈ ഒരു സ്നേഹം നിറഞ്ഞ ഈ മനസ്സ് നല്ലൊരു അടുത്ത ദിവസം, അതായത് ടുമോറോ എന്ന് പറയുമ്പോൾ വരുന്ന ദിവസങ്ങൾ, അതിനെ കൂടുതൽ ബ്രൈറ്റർ ആക്കും. ആൻഡ് നമ്മൾ നല്ലോണം പരിശ്രമിച്ചാൽ നമുക്ക് കരയാതിരിക്കാനും സാധിക്കും. In this place, you will feel there is no hurt or sorrow. There are ways to get there if you care enough for the living. Make a little space, make a better place, heal the world. മറ്റൊന്നല്ല, ഈ ഒരു സ്നേഹമുള്ള മനസ്സിൽ സങ്കടം ഉണ്ടാവില്ല. പുതിയൊരു ലോകത്തെ, നല്ലൊരു ലോകത്തെ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ സ്നേഹം കൊണ്ട് ഒന്നായിട്ട് നിൽക്കാനും പുതിയൊരു ലോകത്തെ സൃഷ്ടിക്കാനും സാധിക്കും എന്നാണ് ആ സോങ്ങിൽ പറഞ്ഞിരിക്കുന്നത്. ഇതുപോലെ സ്നേഹത്തെ കുറിച്ചും ഒന്നായി യുണൈറ്റ് ആയിട്ട് നിൽക്കേണ്ടതിനെ കുറിച്ചൊക്കെ ഒരുപാട് സംസാരിച്ചിട്ടുള്ള, ഒരുപാട് പാടിയിട്ടുള്ള വ്യക്തിയാണ് മൈക്കിൾ ജാക്സൺ. മൈക്കിൾ ജാക്സൺ ഒരു ചെറിയൊരു പ്രൊഫൈൽ ഉണ്ട്, വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതിയെടുക്കാം. അദ്ദേഹം ജനിച്ചത് 29 ഓഗസ്റ്റ് 1958 ഇൻ ഗ്രേ, ഇന്ത്യാനയിലാണ്, നിയർ ചിക്കാഗോ ഇൻ USA. മൈക്കിൾ ജാക്സൺ അറിയപ്പെടുന്നത് ദ കിങ് ഓഫ് പോപ്പ് എന്നാണ്. പോപ്പ് ഗായകനാണ്, പോപ്പ് ഡാൻസർ ആണ്. അദ്ദേഹത്തിന്റെ അച്ചീവ്മെന്റ്സ് നോക്കിയിട്ടുണ്ടെങ്കിൽ അമേരിക്കൻ മ്യൂസിക് അവാർഡ്സ് 26 തവണ വിൻ ചെയ്തിട്ടുണ്ട്. ബിൽബോർഡ് അവാർഡ്സ് 86, ബ്രിറ്റ് അവാർഡ്സ് 17, ഗ്രാമി 13 വട്ടം. ഗ്രാമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംഗീതത്തിന്റെ വലിയ അവാർഡുകളിൽ ഒന്നാണ്. അങ്ങനെ എത്രയോ അവാർഡ്സ്. ടോട്ടൽ 739 അവാർഡുകളും അതിനേക്കാൾ പ്രസിഡൻഷ്യൽ അവാർഡ്സും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ലോകത്തെ സ്വാധീനിച്ച ഒരുപാട് വ്യക്തികൾ, അതിലൊരാളാണ് മൈക്കിൾ ജാക്സൺ. വെറും ഒരു സിംഗർ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ലോകത്തെ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് പാടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് മൈക്കിൾ ജാക്സൺ. അദ്ദേഹം 2009 ജൂൺ 25 അന്തരിച്ചത്. ഓക്കെ, അടുത്തത് ആരാണെന്നറിയോ? ഇദ്ദേഹത്തിന് മൈക്കിൾ ജാക്സന്റെ അത്രയ്ക്ക് ചിലപ്പോ പരിചയം ഉണ്ടാവില്ല അല്ലെ? ലയണൽ ബ്രോക്ക്മാൻ റിച്ചി ജൂനിയർ, ലയണൽ റിച്ചി എന്നറിയപ്പെടും. ഇദ്ദേഹം അമേരിക്കൻ സിംഗറാണ്, സോങ് റൈറ്റർ ആണ്, ആക്ടർ ആണ്, റെക്കോർഡ് പ്രൊഡ്യൂസർ ആണ്. അദ്ദേഹത്തിനും എന്ത് ലഭിച്ചിട്ടുണ്ട്? ഗ്രാമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്, ആൽബം ഓഫ് ദി ഇയർ, പ്രൊഡക്ഷൻ ഓഫ് ദി ഇയർ, ബെസ്റ്റ് മെയിൽ പോപ്പ് വോക്കൽ പെർഫോമൻസ്, അങ്ങനെ കുറെ എണ്ണം. ലയണൽ റിച്ചി. രണ്ടുപേരെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്, മൈക്കിൾ ജാക്സൺ ആൻഡ് ലയണൽ റിച്ചി. അവര് രണ്ടുപേരും കൂടി ഒന്നിച്ച ഒരു സോങ് വി ആർ ദ വേൾഡ്, അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. നോക്കാം. There comes a time when we heed a certain call, when the world must come together as one. ഒരു പ്രത്യേക സമയത്ത് ഒരു വിളി വരും എന്നാ പറയുന്നത്. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? എല്ലാവരും ഒരുമിക്കും, വേൾഡ് മുഴുവൻ ഒരുമിച്ച് നിൽക്കും. There are people dying. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ആൾക്കാര് മരിക്കുന്നുണ്ട്. And it's time to lend a hand to life, the greatest gift of all. നമ്മൾക്ക് എല്ലാവർക്കും ഉള്ള ഒരു വലിയ ഗിഫ്റ്റ് ആയിട്ടുള്ള ഒരു കൈ, ഒരു ഹസ്തം കൊടുക്കുക. ഒരു കൈ കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഒന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കാൻ, അവരെ ഒന്ന് സഹായിക്കാൻ. ആ സഹായം നമ്മൾ കൊടുക്കേണ്ട സമയം വരും എന്നാണ് പറയുന്നത്. We can't go on pretending day by day that someone somewhere will soon make a change. കണ്ടോ? We can't go pretending day by day. ദിവസവും നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല? ആരെങ്കിലും വന്നിട്ട് ചേഞ്ച് വരുത്തും എന്ന് വിചാരിച്ച് മുന്നോട്ട് പോകാൻ പാടില്ല. We all are a part of God's great big family. നമ്മൾ എല്ലാവരും ദൈവത്തിന്റെ വലിയൊരു ഫാമിലിയിലെ അംഗങ്ങളാണ്. And the truth, you know, love is all we need. പിന്നെ ഒരു സത്യം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് എല്ലാവർക്കും വേണ്ടത് സ്നേഹമാണ്. We are the world, we are the children, we are the ones who make a brighter day. നമ്മളാണ് ലോകം, നമ്മളാണ് കുട്ടികൾ, നമ്മളാണ് ആര്? പുതിയൊരു ബ്രൈറ്റർ ഡേ ഉണ്ടാക്കാൻ പോകുന്നവർ. So let's start giving. There is a choice we were making. We were saving our own lives. It's true. We will make a better day. Just you and me. അപ്പോ എല്ലാവരോടും തുടങ്ങാൻ പറയാണ്. ആ ഒരു കൈ നൽകുക, സഹായിക്കുക. നമുക്ക് നമ്മളെയും രക്ഷിക്കാൻ സാധിക്കും, മറ്റുള്ളവരെയും രക്ഷിക്കാൻ സാധിക്കും. ഒരു ബെറ്റർ
ഡേ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. ഞാനും നിങ്ങളും മാത്രം മതി. Send them your heart so they will know what someone cares. അവർക്ക് നിങ്ങളുടെ ഹൃദയം നൽകൂ, അപ്പൊ അവർക്ക് മനസ്സിലാവും ഒരാൾ കെയർ ചെയ്യുക എങ്ങനെയാണ് എന്ന്. And their lives will be stronger and free. അവരുടെ ജീവിതവും സ്ട്രോങ് ആവും, സ്വാതന്ത്ര്യമുള്ളതാവും. As God has shown us by turning stone to bread. ഈ ദൈവം കല്ലിനെ അപ്പമാക്കിയതുപോലെ so we all must lend a helping hand. നമുക്കും ഒരു കൈ സഹായം നൽകാം. When you are down and out, there seems no help at all. നമ്മൾ വീണു പോയാൽ നമ്മുടെ മുന്നിൽ പ്രതീക്ഷയൊന്നും ഇല്ലാതെയാവും അല്ലെ. ബട്ട് ഇഫ് യു ജസ്റ്റ് ബിലീവ് there is no way we can fall. പക്ഷെ ഉറപ്പിക്കുക, വീണു പോവില്ല എന്ന് നമ്മൾ ഉറപ്പിച്ചാൽ well, let's realize that a change can only come when we stand together as one. മനസ്സിലാക്കുക, ചേഞ്ച് എപ്പോഴാണ് വരിക? നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുമ്പോൾ ആണ്. ഇതിന്റെ മലയാളം നമുക്ക് കേട്ടു നോക്കിയാലോ. ഒരു പ്രത്യേക വിളിയെ നാം ഗൗനിക്കുന്ന ഒരു സമയം വരും, അപ്പോൾ ലോകമെല്ലാം ഒന്നാകും. ആളുകൾ മരിച്ചുകൊണ്ടേയിരിക്കുന്നു. ജീവിതത്തിലേക്ക് ഒരു കൈ അവർക്കായി നൽകേണ്ട സമയം ഇതാ ആഗതമായി. എല്ലാറ്റിലും വലിയ ഒരു സമ്മാനമാണത്. നമുക്ക് ദിവസവും നടിച്ചുകൊണ്ടിരിക്കുക അസാധ്യമാണ്. അതായത് ആരെങ്കിലും എവിടെയെങ്കിലും പെട്ടെന്നൊരു മാറ്റം വരുത്തുമെന്ന് കരുതരുത്. നാം എല്ലാം ഈശ്വരന്റെ വലിയ കുടുംബത്തിന്റെ ഭാഗമാണ്. സത്യം നിങ്ങൾക്കറിയാമല്ലോ, അതിതാണ്, സ്നേഹമാണ് നമുക്കേവർക്കും ആവശ്യം. നാമാണ് ലോകം, നാമാണ് കുഞ്ഞുങ്ങൾ. കൂടുതൽ പ്രകാശമാനമായ കാലം സൃഷ്ടിക്കേണ്ടത് നാമാണ്. അതിനാൽ നമുക്ക് മറ്റുള്ളവർക്ക് നൽകാൻ തുടങ്ങാം. നാം പ്രവർത്തിക്കേണ്ടതായ ഒരു അവസരമാണിത്. നീയും ഞാനും മാത്രം. നിങ്ങളുടെ ഹൃദയം ദുഃഖിക്കുന്നവർക്ക് നൽകുക, അപ്പോൾ അവർ മനസ്സിലാക്കും നിങ്ങൾ അവരെ ശ്രദ്ധിക്കുന്നു എന്നത്. അങ്ങനെ അവരുടെ ജീവിതങ്ങൾ ശക്തമാകും, സ്വതന്ത്രമാകും. കല്ലിനെ അപ്പമാക്കി മാറ്റിയ ഈശ്വരൻ ചെയ്ത് കാണിച്ചതുപോലെ. അപ്പോൾ നാം എല്ലാം ഒരു കൈ സഹായം നൽകേണ്ടിയിരിക്കുന്നു. നിങ്ങൾ തീർത്തും നിസ്സഹായനും പ്രതീക്ഷയറ്റവനുമായിരിക്കുമ്പോൾ നിങ്ങൾക്ക് വീണുപോകാൻ ഒരു വഴിയുമില്ല എന്ന് മാത്രം വിശ്വസിക്കുക. എല്ലാം ശുഭമായി തീരും. നമുക്ക് തിരിച്ചറിയാം, ഒരു മാറ്റം വരണമെങ്കിൽ നാം ഒത്തൊരുമിച്ച് നിന്നേ മതിയാകൂ എന്ന്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോ ഈ ഒരു സിറ്റുവേഷൻ ഇവിടെ ഒരു പാഠം തുടങ്ങുന്നത് തന്നെ ഒരു പ്രത്യേകമായ വിളി വരും എന്ന് പറഞ്ഞിട്ടല്ലേ. ഈ ഒരു സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ ചുറ്റുമുള്ളവർ നമ്മുടെ സഹായത്തിന് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. കൊറോണ വൈറസിന്റെ പിടിയിൽ അമർന്നിരിക്കുകയാണ് ലോകം അല്ലെ. അപ്പൊ ഈ ഒരു സിറ്റുവേഷന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു സോങ് ആണ്. അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് ഇന്ന് തന്നിരിക്കുന്ന പ്രവർത്തനം എന്ന് പറയുന്നത്, ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. നമുക്ക് വേണ്ടി പൊരുതുന്ന ഒരുപാട് ആരോഗ്യ പ്രവർത്തകരുണ്ട് അല്ലെ, പോലീസുകാരുണ്ട്, അങ്ങനെ കുറെ പേര്, ഓരോരുത്തരെയും പേരെടുത്ത് പറഞ്ഞാൽ തീരില്ല, അത്രയധികം പേരുണ്ട്. അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ സിറ്റുവേഷനിൽ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇന്നത്തെ പ്രവർത്തനം ഒരു സോങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. എന്തിന്? ഈ ഒരു കൊറോണ വൈറസ്, അതിന് ബോധവൽക്കരണം, ഒരു അവയർനെസ് ആയിക്കൊണ്ടുള്ള ഒരു സോങ്. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് ഒരു ട്രൈ മാത്രമാണ്. അതിൽ കൂടുതൽ വരികൾ നിങ്ങൾ കൂട്ടിച്ചേർക്കണം. നിങ്ങളുടെ അനുഭവങ്ങളും നിങ്ങളുടെ ചുറ്റുപാടും കാണുന്ന കാര്യങ്ങളൊക്കെ നമ്മളെല്ലാവരും ഇപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ ജീവിക്കുകയാണ് അല്ലെ. ജസ്റ്റ് ഒന്ന് നോക്കാം, കുറച്ച് ലൈൻസേ ഉള്ളൂ. സ്റ്റേ സേഫ് എന്നാണ് ഹെഡിങ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കാം. നമുക്ക് നോക്കാം. ഫോളോ ഓൾ ഇൻസ്ട്രക്ഷൻസ്, ഓൾവേസ് വെയർ എ ഫേസ് മാസ്ക് ആൻഡ് വാഷ് യുവർ ഹാൻഡ്സ് thoroughly. Never shake hands. Maintain a safe distance and think about hygiene. Keep it in mind all the time. Keep a safe distance and with love say hello. A smile can help to overcome troubles. Salute our heroes. Thank them with love and stay safe, stay healthy. Stay safe, stay healthy. ജസ്റ്റ് ഒരു ട്രൈ ആണ്. പാടിയത് വളരെ ബോറാന്ന് എനിക്കറിയാം. അപ്പൊ നല്ല അടിപൊളിയായിട്ട് ഇതിനൊരു മ്യൂസിക് ഒക്കെ കൊടുക്കാൻ പറ്റുമെങ്കിൽ, അതുപോലെ തന്നെ ഇതിൽ കൂടുതൽ ലൈൻസ് ഒക്കെ കൂട്ടിച്ചേർക്കുക. ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ചിട്ട് എല്ലാവരും സേഫ് ആയിട്ടിരിക്കാനും ഇൻസ്ട്രക്ഷൻസ് കീപ്പ് ചെയ്യാനും ഈ ട്രബിൾസ് ഒക്കെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുമെന്നും, അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ, നമ്മളെ ഹീറോസിനെ സല്യൂട്ട് ചെയ്യുക, അവർക്ക് എല്ലാവിധ സപ്പോർട്ടും കൊടുക്കുക, അവർക്ക് താങ്ക് യു പറയാം. അങ്ങനെയൊക്കെ വെച്ചിട്ട് ഉള്ള ഒരു ചെറിയ
സോങ് ആണ്. അപ്പൊ ഇത് കൂടുതൽ മനോഹരമാക്കാൻ എല്ലാവർക്കും സാധിക്കുമെന്ന് ഉറപ്പുണ്ട്. അപ്പൊ ഇത്രയുമാണ് ഇന്ന് തന്നിരിക്കുന്ന പ്രവർത്തനങ്ങൾ. നമ്മൾ കൃത്യമായിട്ട് ആ പാഠഭാഗം മനസ്സിലാക്കി അല്ലെ, കൃത്യമായ മലയാളം വരെ മനസ്സിലാക്കിയിട്ടുണ്ട്. കൂടുതൽ പ്രവർത്തനങ്ങൾ നമ്മൾ ഇനി വരുന്ന ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് പ്രതീക്ഷിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ചെയ്ത് കട്ടയ്ക്ക് കൂടുന്ന സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പൊ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.